വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിൽ വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് SBI ബാങ്കിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചു. അങ്ങനെ വായ്പ കൊടുക്കാനുള്ള എല്ലാ അധികാരവും ബാങ്കിന്റെ മാനേജർക്ക് ഉണ്ട്. അങ്ങനെ ബാങ്ക് വായ്പക്ക് വേണ്ടി വിദ്യാർത്ഥി പോയാൽ 100 കാരണങ്ങളാണ് പറയുന്നത്. എന്റെ അപേക്ഷ ശരിയല്ല, ഒരു ദിവസം പോകുന്ന സമയത്ത് അപേക്ഷ ശരിയല്ല എന്ന് പറയുന്നു, രണ്ടാമത്തെ ദിവസം പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ശരിയല്ല എന്ന് പറയുന്നു. അങ്ങനെ ആഴ്ചകളോളം മാസങ്ങളോളം വിദ്യാർത്ഥിയിട്ട് നടത്തിച്ച് ഏറ്റവും അവസാനം ലോൺ വാങ്ങാതെ വിദ്യാർത്ഥി തന്നെ പഠനം മതിയാക്കി പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ പ്രദേശത്തുൾപ്പെടെ ഇന്ന് നിലനിൽക്കുകയാണ്. എന്തിനേറെ പറയണം, ഈ അടുത്ത ദിവസമാണ് SFIയുടെ ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു വിദ്യാർത്ഥി പരാതിയുമായി വന്നത്. ആ വിദ്യാർത്ഥി ബാങ്കിനെ സമീപിച്ചു. 3-4 മാസമായി ബാങ്കിനിങ്ങനെ ഇട്ട് കളിപ്പിക്കുകയാണ്. വായ്പ തരാൻ ഓരോ പ്രയാസങ്ങൾ പറയുന്നു. അവസാനം SFI ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ നമ്മൾ ബാങ്കിന്റെ മാനേജറുമായി സംസാരിച്ചു. ബാങ്കിന്റെ മാനേജർ സംസാരിക്കുന്ന സമയത്ത് യാതൊരു പ്രയാസമില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്ക് മാനേജർ ലോൺ പാസാക്കി കൊടുക്കുകയാണ്. സാധാരണ ഒരു വിദ്യാർത്ഥി ലോണിന് വേണ്ടി പോകുന്ന സമയത്ത് ആ വിദ്യാർത്ഥിയെ പല കാരണങ്ങൾ പറഞ്ഞ് മുടക്കിയേക്കുന്ന ബാങ്ക് മാനേജർ ഞങ്ങളുടെ ചെറിയൊരു ഇടപെടൽ നടത്തിയ സമയത്ത് ആ വായ്പ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, വായ്പ കൊടുക്കുന്നതിന് വേണ്ടി ബാങ്കിന് മാനേജർക്കോ അല്ലെങ്കിൽ ബാങ്കുകൾക്കോ യാതൊരു തടസ്സമില്ല. പക്ഷേ അവർ സ്വീകരിച്ചു വരുന്ന നിലപാട്, അവർ സ്വീകരിച്ചു വരുന്ന നയങ്ങൾ വിദ്യാർത്ഥികൾക്ക് വായ്പ കൊടുക്കുമെന്ന് 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ വായ്പ കൊടുക്കാതിരിക്കാനുള്ള എല്ലാവിധ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ ദേശസാൽകൃത ബാങ്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയെല്ലാം വിചാരം, നമ്മുടെ ബാങ്ക് മാനേജർമാരെയെല്ലാം വിചാരം അവരെല്ലാം തറവാട്ട് നിർത്തി കൊടുക്കുന്നതാണ്. ഓരോ വർഷവും ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു ഇത്ര രൂപ വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടി നീക്കിവെക്കണം. അതുപോലെ ബാങ്കുകൾ പ്രഖ്യാപിക്കുന്നു ഇത്ര രൂപ വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ നീക്കിവെക്കുന്നു. ഇങ്ങനെ പ്രഖ്യാപിക്കുകയും അത് കൊടുക്കാനാവശ്യമായിട്ടുള്ള യാതൊരു ഇടപെടൽ നടത്താതിരിക്കുന്ന സാഹചര്യത്തിലാണ് SFIയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്നത്. നമുക്കറിയാം, ഇങ്ങനെ വിദ്യാർത്ഥികൾ വളരെ പീഡിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇടപെടേണ്ടത് ഗവൺമെന്റുകളാണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും വിദ്യാർത്ഥി വിരുദ്ധ താല്പര്യങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വിദ്യാർത്ഥികൾ നല്ല നിലയിൽ പഠിക്കണമെന്നതിനെ സംബന്ധിച്ച് യാതൊരു ആഗ്രഹവുമില്ല. അവർ വിദ്യാർത്ഥികളെ എങ്ങനെ പീഡിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ പണമുള്ളവന് മാത്രം വിദ്യാഭ്യാസം കൊടുക്കാമെന്ന നിലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് സംസ്ഥാന ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പിയടിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോകണം. അവിടെ സർവകലാശാല സിൻഡിക്കേറ്റുകളെ തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഉന്നതരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ സിൻഡിക്കേറ്റിൽ തിരികെ കയറ്റിക്കൊണ്ട് കോപ്പിയടിക്കുകയും അതുപോലെ തന്നെ ക്രമക്കേടുകൾ നടത്തുന്ന ആളുകളെയെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുതിരുന്നൊരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സാധാരണ വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി കഴിയുന്നില്ല.